വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇംഗ്ലീഷ് മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, പ്രകൃതി ജീവനത്തിലൂടെ, അതിൻ്റെ ഒരനുഭവമാണ് ഞാൻ ചുരുക്കി പറയണമെന്ന് പറഞ്ഞാൽ. കാരണം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ചുമ വന്ന്, ചുമയെന്ന് പറഞ്ഞാൽ കലശലായ ചുമ വരികയും അതിന് നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യുന്നത് പോലെ സിറപ്പുകളും അതും ഇതൊക്കെ കഴിക്കുമെങ്കിലും അത് പിന്നീടത് മാറാതെ വന്നപ്പം കോട്ടയത്ത് ഭാരത് ഹോസ്പിറ്റലിലെ ഞാൻ ചികിത്സ തേടുകയും അവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ സുകുമാരൻ, അദ്ദേഹം എന്നെ ചികിത്സിക്കുകയും വലിവാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒരു 4-5 മാസം എന്നെ ചികിത്സിച്ചു. പക്ഷേ എനിക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ വന്നിട്ട് എനിക്ക് സൗണ്ട് തീരെ പോയിട്ടൊരു ഫിസിലിംഗ് സൗണ്ട് പോലെ വന്ന് 2013 ഞാൻ അന്ന് പ്രസൻ്റായിട്ടിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ചെസ്റ്റിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ഒരു വേണുഗോപാൽ, കോട്ടയത്ത് തന്നെയുള്ളതാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഒരു വൈകിട്ട് ഒരു 6 മണി സമയത്തായിരുന്നു അദ്ദേഹം എന്നെ പെട്ടെന്നൊരു CT സ്കാൻ എടുക്കാൻ പറയുകയും അതും പ്രകാരം ഞാൻ CT സ്കാൻ എടുക്കുകയും ആ എടുത്ത ടെക്നീഷ്യൻ പറഞ്ഞ് ചേട്ടന് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, പക്ഷെ അന്ന് സന്ധ്യ ആയതുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ല. ആ വിവരം ഡോക്ടറോട് പറഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ 10 മണിയോട് കൂടി നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ആ 10 മണിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴേ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് അദ്ദേഹത്തിനെ കാണിക്കുകയും അദ്ദേഹം അപ്പോൾ തന്നെ എന്നെ അവിടെ അഡ്മിറ്റാക്കി, ഒരു പേവാർഡൊക്കെ എടുത്ത് തന്ന് അഡ്മിറ്റാക്കി. വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് വരുത്തണമെന്ന് പറഞ്ഞ് വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കാരെ വിളിച്ച് വരുത്തി. ഉച്ച കഴിഞ്ഞ് അവരൊക്കെ വന്ന് ഡോക്ടർ വന്നിട്ടാണ് എനിക്ക് ലങ്സിന് ക്യാൻസറാണ്, അത് ഇച്ചിരി പഴകി പോയി എന്നുള്ളതാണ് പറഞ്ഞത് അദ്ദേഹം. കാരണം അത്രയ്ക്ക് മോശമായ ഒരു ഇതിലേക്ക് വന്നു. എങ്കിലും അവിടുന്ന് ബയോപ്സിയൊക്കെ എടുത്തു കഴിഞ്ഞ് RCCയിലേക്ക് എന്നെ വിട്ടു. അവിടെ പോകാതെ നമുക്ക് പൊതുവേ പേടിയാണല്ലോ RCC എന്നൊക്കെ കേൾക്കുമ്പം, ക്യാൻസർ രോഗം എന്നൊക്കെ പറയുമ്പോഴത്തേന്. കാരത്താസിൽ ഗംഗാധരൻ ഡോക്ടറുടെ അടുക്ക പോയി. അദ്ദേഹം എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അവിടെ ഒരു 10-22 ദിവസം അവിടെ കിടന്നു. അവിടുന്ന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. 18 കീമോ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ മരുന്നുകളും ഒക്കെ തരാനായിട്ട് 2 കീമോ എടുത്ത്, 3ാമത്തെ കീമോ 2013 ഡിസംബർ 30 ഞാൻ എടുത്തു. അപ്പോഴാണ് ജേക്കബ് സാറിനെ കുറിച്ച് ഞാനിങ്ങനെ അറിയുന്നു, മരുന്നില്ലാതെ ചികിത്സിക്കാൻ കഴിയുമെന്നും എന്നോട് എൻ്റെ അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ പറയുകയും, പക്ഷേ ഞാനത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് വേറെ എൻ്റെ ഒരു സുഹൃത്തുകൂടെ പറയുകയും ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോക്കാമെന്ന് വെച്ചു. ഏതായാലും അപ്പോൾ ഈ ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്നാ ചികിത്സ ചെയ്താലും 18 കീമോ എടുത്താൽ പോലും 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല, അത്രയ്ക്ക് പ്രോബ്ലമായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമയത്താണ് നമ്മുടെ ജേക്കബ് സാർ എല്ലാ മാസവും ചങ്ങനാശ്ശേരിയിൽ എല്ലാ മാസവും 10-ാം തീയതി വരും എന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ വന്ന് കണ്ടു. എൻ്റെ റിസൾട്ട് കണ്ടപ്പം വളരെ മോശമാണ്, പക്ഷേ എങ്കിൽ പോലും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ പോരുകയാണെങ്കിൽ ഒരു മരുന്നുമില്ലാതെ ക്യാൻസർ രോഗം ഭേദമാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും 18 കീമോ ചെയ്താൽ പോലും 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയല്ലെന്ന് ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ ഒന്നിനും പോയില്ല. ജേക്കബ് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2014 ജനുവരി 12 തീയതി കോഴിക്കോട് ഡോക്ടറുടെ സെൻറ്ററിൽ ചെല്ലുകയും 13 തീയതി രാവിലെ തൊട്ട് ചികിത്സ. ഇന്ന് മരുന്നൊന്നും അകത്തോട്ടില്ലാത്ത ചികിത്സാ രീതിയാണ്. മണ്ണ് തേച്ച് വെളുത്തിരുത്തുക, വെള്ളത്തിലിരുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുകയും ഭക്ഷണക്രമികൾ കംപ്ലീറ്റ് മാറ്റുക, ചായ കാപ്പി ഇതൊന്നുമില്ല. അവിടുത്തെ ചികിത്സാ രീതികൾ ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ പറയുന്നില്ല. എല്ലാ ദിവസവും വൈകിട്ട് മ്യൂസിക് തെറാപ്പി ഉണ്ട്. എന്നും പാട്ട് പാടിക്കും എല്ലാ ദിവസവും. അന്ന് വരെ പാട്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത, പക്ഷേ മൈക്കൊന്നും ഇല്ല കേട്ടോ, മൈക്കൊന്നും ഇല്ലാതെ ആണ്. അത്രയും പേഷ്യൻ്റ് ആരൊക്കെ ഉണ്ട് അവരെ എല്ലാം വട്ടത്തിലിരുത്തിയിട്ട് പാട്ട് പാടിക്കും. നമ്മൾ അവിടെ പാട്ട് പാടാനുള്ള പുസ്തകങ്ങളൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 43 ദിവസം ഞാനവിടെ താമസിച്ചു എന്നുള്ളതാണ്. ആ താമസം കൊണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി, എൻ്റെ ചുമയെ മാറി, ലങ്സിന് പ്രശ്നമില്ല, ശ്വാസത്തിന് തടസ്സമില്ല, ആ രീതിയിലേക്ക് ഞാൻ റിക്കവറിയായി വരുന്നുണ്ട്. മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഒരു മരുന്നും കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. രണ്ടും കൽപ്പിച്ച് നമ്മൾ കഴിക്കാതിരുന്നു. അപ്പോൾ ദിവസവും നമ്മളെ പാട്ട് പാടിക്കുകയും മ്യൂസിക് തെറാപ്പിയിലൊക്കെ കൂടി. ഏതായാലും 43 ദിവസം ആയപ്പോഴത്തേനും ഞാൻ 84 കിലോ ഉണ്ടായിരുന്നു. ഞാൻ 64 കിലോയിലേക്ക് കുറഞ്ഞു. ആവശ്യമില്ലാത്ത വെയിറ്റുകളെല്ലാം പോയി. അവിടുന്ന് ഞാൻ പോകുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും എന്നെ മിക്കവരും അറിയില്ലാത്ത രീതിയിലേക്ക് വന്നു. അപ്പം 3 കീമോ ചെയ്തപ്പോൾ തലയുടെ മുടിയും ഒക്കെ പോയി വേറൊരു പ്രാകൃത രീതി ആയിരുന്നു. ഇത് കഴിഞ്ഞ് അപ്പം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പം കക്ഷത്തിലൊക്കെ വല്ല മുഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ അത് പൊട്ടും, ചിലപ്പോൾ അതങ്ങ് മാറും, കുഴപ്പമില്ല
എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഞാനത് മറന്നു. നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കിടന്നങ്ങ് പോയി, ബിസിനസ്സുമൊക്കെ ആയിട്ട് പോയി. 2014 11-ാം മാസമായപ്പോൾ എൻ്റെ ഇവിടെ ഈ കക്ഷത്തിലൊരു മുഴ വന്നു. അത് നല്ല ഭയങ്കര വേദന. ഇവിടെയും ആ മുഴ വന്നു. 2014 നവംബറിലാണ് വേദന വന്നപ്പോൾ നമുക്ക് അവിടെ ബുദ്ധിമുട്ടായി. അപ്പം എൻ്റെ വീട്ടിലുള്ളവരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഈ പ്രകൃതി ജീവനത്തിലൂടെ പോയതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ വന്നത്, അന്നേ ആ മരുന്നൊക്കെ ചെയ്യുമായിരുന്നെങ്കിലേ, ആ കീമോ ഒക്കെ എടുക്കുമായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പേടിപ്പിച്ചു. എന്താണേലും പിന്നെ കാരിത്താസിൽ ഗംഗാരൻ ഡോക്ടറെ കാണാതെ എൻ്റെ ഒരു സുഹൃത്ത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഡോക്ടറെ അടുക്കൽ ഞാൻ പോയി. അവിടെ അടുത്ത് തന്നെയുള്ള അദ്ദേഹം RCCയിൽ ഒരു 6 മാസം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ് നമുക്കൊന്ന് CT സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കോട്ടയത്ത് തന്നെ ഒന്ന് CT സ്കാൻ എടുത്തു. ആ റിപ്പോർട്ട് കൊണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ ചെന്നപ്പോൾ പുള്ളിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. വീണ്ടും ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു. നമ്മുടെ ജീവൻ വലുതല്ലേ, പറ്റിപ്പോയി, പ്രകൃതി ജീവനത്തിലൂടെ പോയി പറ്റിപ്പോയി, ആ ഒരു രീതിയിലേക്ക് വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഗംഗാരൻ ഡോക്ടറുടെ അസിസ്റ്റൻറ്റ് മനു ഡോക്ടർ ഈ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ 10-11 മാസമായിട്ട് ബാക്കി കീമോയും എടുക്കാതെ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു, ഇന്നപോലെ ചെറിയ പ്രകൃതി ജീവനം ചികിത്സയിലൂടെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊക്കില്ല, അത്രയ്ക്ക് ഭയങ്കര നല്ല സീരിയസ് ആയിട്ട് ആയിപ്പോയി, ഇനി ആദ്യം തൊട്ടേ നമുക്ക് കീമോ തൊട്ട് തുടങ്ങണം, ടെസ്റ്റുകളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ്. ഏതായാലും അദ്ദേഹം പറഞ്ഞെങ്കിൽ നമ്മൾ ഗംഗാരൻ ഡോക്ടറെ കാണാൻ ചീട്ടെടുത്തിട്ട് അവിടെ ഇരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഊഴമായി. ഇതുപോലെ ആൾ ഒരുപാടുണ്ട്, എല്ലാവരും ക്യാൻസർ പേഷ്യൻ്റൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനും വന്നിരിക്കുന്നു. എൻ്റെ ഊഴമായപ്പോൾ എന്നെ വിളിച്ചു അവിടെ ഒരു ഡെസ്ക് കിടത്തിയിട്ട് എൻ്റെ ഫയൽ ഗംഗാരൻ ഡോക്ടറെ കൊടുത്തപ്പോൾ ഒരു 11 മാസത്തോളമായിട്ട് എൻ്റെ അറിവൊന്നുമില്ല, 3 കീമോ എടുത്തിട്ടുള്ളൂ, ബാക്കി കീമോ എടുത്തിട്ടില്ല. പുള്ളിക്കത് കണ്ടപ്പോഴത്തേന് മാനസികമായി ഭയങ്കരമായി എന്നോട് ദേഷ്യം വന്നിട്ട് അദ്ദേഹത്തിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. പുള്ളിയോട് ഇറങ്ങി പോകാൻ പറഞ്ഞ് വീണ്ടും നമ്മൾ വളരെ ദയനീയമായിട്ട് നമ്മുടെ വീട്ടുകാരെ സംസാരിച്ചിട്ട് പുള്ളി സമ്മതിച്ചില്ല. എൻ്റെ ഫയലെടുത്ത് പുള്ളിയുടെ മേശപ്പുറത്ത് ഇട്ടു പുള്ളിയുടെ ഇറങ്ങി പോകാൻ പറഞ്ഞ്. അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. അവിടുന്ന് ഞാൻ അവിടെ വെളിയിലിരുന്നിട്ട് മറ്റുള്ള പേഷ്യൻ്റ് മുഴുവൻ പോയി കഴിഞ്ഞ് വീണ്ടും കയറി നോക്കി. പുള്ളിയുടെ അസിസ്റ്റൻറ്റ് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. നോക്കിയിട്ട് പുള്ളി സമ്മതിച്ചില്ല. അവിടെ നമ്മൾ ഇറങ്ങി വീണ്ടും ഞാൻ ഈ പഴയ എൻ്റെ സുഹൃത്ത് സുരേന്ദ്രനാഥ് ഡോക്ടർ എടുക്കാൻ വന്നു. നമ്മൾ മാനസികമായിട്ട് തകർന്നു പോയി. കഷത്തിലെയും മഴയും വേദനയും ഉണ്ട്. അന്നേരമാണ് അദ്ദേഹം ശ്രീജിത്ത് നായർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് RCCയിലെ പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിനെ വിളിച്ച് നേരിട്ട് അറിയുന്നതാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു കേസുണ്ടെന്ന് പറഞ്ഞ്, ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പുള്ളി ഒരു റെഫറൻസ് ലെറ്ററും ഒക്കെ തന്ന് എന്നെ വിട്ടു. ഞാൻ അവിടെ ചെന്നു. അപ്പം വേദന ചെറിയ കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്ന് എല്ലാവിധ ടെസ്റ്റുകളും എന്നെ ചെയ്തു. എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അതിന് 2-3 ആഴ്ച എടുത്തു ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്നൊക്കെ ഒരു ഡേറ്റ് തന്നിരുന്നു. ആ ഡേറ്റിന് ഞാൻ അവിടെ ചെന്നപ്പം ഈ ശ്രീജിത്ത് നായർ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കീമോ ഒന്നും ചെയ്യാതെ എന്താ ചെയ്യുന്നത് ചെയ്തു. കീമോ എന്താ ചെയ്യാമെന്ന് ആദ്യമേ തന്നെ ചെന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ 3 എണ്ണം ചെയ്തപ്പോഴേ വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും, അതുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല. പറഞ്ഞ് എനിക്ക് തീരെ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്താണ് റിസൾട്ടെല്ലാം വന്ന് അദ്ദേഹം നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. ഇതുവരെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഈ കീമോതെറാപ്പി ഒന്നും ചെയ്യാതിരുന്നിട്ട് മരുന്നും കഴിക്കാതെ. ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സും അതുപോലുള്ള പച്ചക്കറിയൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ 98% കാൻസർ എന്ന് പറയുന്ന സാധനം ഇല്ല, ഒരു കുഴപ്പമില്ല. ആ സമയത്ത് എൻ്റെ കക്ഷത്തിലെ ആ വേദനയും മാറി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കോഴിക്കോട് സെൻട്രലിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്നേരം ഓർക്കുന്നത്. കാരണം ഈ വേദന വന്നപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മറന്നുപോയി. ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. അവിടെ ഒരു ഡോക്ടർ സൂര്യപ്രസാദ് അദ്ദേഹമായിരുന്നു എന്നെ അവിടെ നോക്കിയത്. പുള്ളിയെ വിളിച്ച് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അന്ന്, പക്ഷെ നമ്മളത് ഓർത്തില്ല. അതുകൊണ്ട് കുറേ ടെസ്റ്റുകളെല്ലാം ശരീരത്തിൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതുവരെ ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല. ഒരു അസുഖത്തിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അത് ഇത്രയും ത്യാഗം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. ജയിലിലും പിടിച്ചിടേണ്ട ഗതികേട് ഉണ്ടായി എന്നുള്ളത്. എത്ര കൊല്ലം ആയി? 2014 ജനുവരി 12 രാവിലെ തൊട്ട് ചികിത്സ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2012 14 ജനുവരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രോഗം വന്നിട്ടില്ല. ഇതുവരെ രോഗങ്ങളൊന്നും അതില്ല. ഷുഗറിനും മരുന്ന് കഴിക്കുന്നില്ല, യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു. നല്ലൊരു ജീവിതം എനിക്ക് തന്ന ഷുഗറിന് ഞാൻ അതുവരെ ഒരു 27 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. 12 വർഷം ഇൻസുലിൻ എടുത്ത ഞാനാണ്. അത് കഴിഞ്ഞാൽ ഇൻസുലിൻ മടുത്തിട്ടാണ് ഞാൻ ടാബ്ലറ്റിലേക്ക് പോകുന്നത്. 3 നേരം ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നതിന് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കാരണം പ്രകൃതി ജീവനും കൊണ്ട് എങ്ങനെ നമുക്ക് മരുന്നില്ലാതെ ജീവിക്കാം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചു തന്ന്, അത് നിങ്ങളും നിങ്ങളുടെ ജീവിത വഴിയിൽ അത് ആക്കിയാൽ ഏറ്റവും നല്ലത്.